ഹലോ എല്ലാ വിദ്യാർത്ഥികൾക്കും അസ്ലാം ലോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന LBS 2024 ഡി ഫാം ഹെൽത്ത് ഇൻസ്പെക്ടർ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിൻ്റെ 2024 രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ടോക്കൺ ഫീ പേയ്മെൻറ്റ് തീയതി, എങ്ങനെയാണ് ഓപ്ഷൻ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്, കോളേജ് ജോയിനിങ് ഡേറ്റ്, അതോടൊപ്പം ഇതുവരെ അതായത് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലും ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് എങ്ങനെ കറക്റ്റായി അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന രീതിയിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോ കാണണമെങ്കിൽ ഇതുപോലത്തെ LBS അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിലവിൽ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അറിയാൻ വേണ്ടി വെബ്സൈറ്റിൽ കയറി 3 ബാർ സെലക്ട് ചെയ്ത് ലോഗിൻ എൻ്റർ ചെയ്ത് അതിൽ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്യണം. പിന്നെ രജിസ്റ്റർ ID പാസ്വേഡ് എൻ്റർ ചെയ്യണം. ഇതിലിപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റർ ചെയ്യാത്തത്. നിങ്ങളുടെ കയ്യിൽ ആപ്ലിക്കേഷൻ നമ്പർ രജിസ്റ്റർ ID പാസ്വേഡ് ഉണ്ട്, ഇല്ലെങ്കിൽ ഏതെങ്കിലും പാസ്വേഡ് എന്തെങ്കിലും മറന്നു പോയെങ്കിൽ സൈഡിൽ 3 ബാർ സെലക്ട് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നൊരു ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, രജിസ്റ്റർ മൊബൈൽ ID, രജിസ്റ്റർ ഇമെയിൽ ID എന്നിവ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ഹോം പേജിൽ പോകും. അതിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണിക്കുന്നതാണ്. അതിൽ ഏത് കോളേജാണ് ലഭിച്ചതെന്നും അറിയാൻ സാധിക്കുന്നതാണ്. പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ ടോക്കൺ ഫീമെൻറ്റ് അടയ്ക്കേണ്ടതാണ്. ടോക്കൺ ഫീമെൻറ്റ് അടയ്ക്കാതിരുന്നാൽ ആ കിട്ടിയ സീറ്റ് നഷ്ടമാവുകയും ഇനി വരുന്ന LBSൻ്റെ ഒരു അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാൻ സാധിക്കത്തില്ലെന്ന് എല്ലാ വിദ്യാർത്ഥികളും അറിയുക. അതിപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തതിൽ ഇഷ്ടമല്ലാത്ത കോളേജാണ് ഈ അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതാണ്. കാരണം അങ്ങനെ അടച്ചില്ലെങ്കിൽ LBSൻ്റെ പിന്നീടുള്ള ഓൺലൈൻ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല. സ്പെഷ്യൽ അലോട്ട്മെൻറ്റോ സ്പോട്ട് അലോട്ട്മെൻറ്റ് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് വെബ്സൈറ്റിൽ ഒഫീഷ്യലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ടോക്കൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതാണ്. ടോക്കൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട എത്ര രൂപയെന്നുള്ള ഫീസ് ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ചാനലിൽ കമ്മ്യൂണിറ്റി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം വെബ്സൈറ്റ് ഡൗൺലോഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫീസ് ഡീറ്റെയിൽസും അറിയാൻ സാധിക്കുന്നതാണ്. അതനുസരിച്ച് ടോക്കൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥി ആണെങ്കിൽ ടോക്കൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട അവസാന തീയതി 10-ാം തീയതിയാണ്. ഡിസംബർ 10-ാം തീയതി 5 മണി വരെയാണ്. 2 രീതിയിൽ ടോക്കൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ സാധിക്കും. ഒന്ന് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖ വഴി നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അതിനുള്ള ചലാൻ വെബ്സൈറ്റിൽ തന്നെ കിട്ടുന്നതാണ്. പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനുണ്ട്. അതിൽ ഒന്നെങ്കിൽ ഓൺലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ചലാൻ വേണ്ട വിദ്യാർത്ഥികൾ അത് സെലക്ട് ചെയ്ത് ചലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓൺലൈൻ പേയ്മെൻ്റ് ഉള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ UPയും ഗൂഗിൾ പേ തുടങ്ങിയ ഏത് ഓൺലൈൻ സർവീസും വഴി ടോക്കൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഓൺലൈനായിട്ട് അടയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെബ്സൈറ്റിൽ കാണിക്കും ടോക്കൺ പേയ്മെൻറ്റ് അടച്ചത്. ഈ ബാങ്ക് വഴി ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ച് വഴിയാണ് അടയ്ക്കുന്നതെങ്കിൽ അത് വെബ്സൈറ്റിൽ കാണിക്കും 24 മണിക്കൂർ എടുക്കും. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ അലോട്ട് മെമ്മോ വരുന്നത്. അലോട്ട് മെമ്മോയിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജും ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്, ആ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആണ് കോളേജ് ജോയിനിങ് സമയത്ത് കൊണ്ടുപോകേണ്ടത്. നിലവിൽ കോളേജ് ജോയിനിങ് ഡേറ്റായിട്ട് ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ പറയുന്നത് ഡിസംബർ 17-ാം തീയതിയാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും കോളേജ് ജോയിൻ ചെയ്യേണ്ടത് ഡിസംബർ 17-ാം തീയതിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിൽ എടുത്തു വെച്ചിരിക്കണം. അന്ന് നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. നിലവിൽ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇനി പോയി കോളേജ് ജോയിനിങ് നടത്തേണ്ട ആവശ്യമില്ല. കോളേജ് ജോയിനിങ് ചെയ്യേണ്ട തീയതി 3-ാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം ഇനി കുറേ വിദ്യാർത്ഥി സംശയമായിരിക്കും. നിലവിൽ എനിക്ക് 10 കോളേജ് വെച്ച് അതിൽ എനിക്ക് വേണ്ട കോളേജ് 1-ാമത്തെ കോളേജാണ്, പക്ഷേ 3-ാമത്തെ കോളേജാണ് ലഭിച്ചത്. അപ്പോൾ ആ 3-ാമത്തെ കോളേജ് ലഭിക്കുമ്പോൾ താഴെയുള്ള ബാക്കി കോളേജുകൾ ഡിലീറ്റ് ആയി പോകുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് കോളേജാണ് ഏറ്റവും താല്പര്യമാണെങ്കിൽ 2-ാമത്തെ കോളേജ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ ആ ഏത് കോളേജാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കോളേജും നിങ്ങൾ 3-ാമത് കിട്ടി ഈ കോളേജും കിടക്കുന്നതാണ്. പിന്നീട് കുറേ വിദ്യാർത്ഥികൾക്ക് 2-ാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ചു. ആ വിദ്യാർത്ഥികൾക്ക് ആ ഏത് കോളേജാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കോളേജ് തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം വേറെ കുറേ കോളേജുകൾ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 3-ാമത്തെ ഒരു കോളേജാണ് ആ വിദ്യാർത്ഥിക്ക് ലഭിച്ചത്, ആ കോളേജ് തന്നെ മതിയെങ്കിൽ ബാക്കിയുള്ള എല്ലാ കോളേജും റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി അലോട്ട്മെൻ്റ് ഒന്നും ലഭിക്കാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ കൊടുത്ത കോളേജുകൾ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ എന്ന് എല്ലാ വിദ്യാർത്ഥികളും അറിയുക. കാരണം നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ രജിസ്ട്രേഷൻ മാക്സിമം കോളേജുകൾ വയ്ക്കേണ്ട കാര്യം എല്ലാ വിദ്യാർത്ഥികളും അറിയാം. ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും 3 അലോട്ട്മെൻറ്റിലും ഓപ്ഷൻ രജിസ്ട്രേഷൻ പരിഗണിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം. അതിലെങ്ങനെ കറക്റ്റായി വെക്കാമെന്ന് ചോദിച്ചാൽ അതിന് വേണ്ടി വെബ്സൈറ്റിൽ 3 ബാർ സെലക്ട് ചെയ്യുമ്പോൾ അലോട്ടഡ് ലിസ്റ്റ് കാണും. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ കോഴ്സിൻ്റെ അവിടെ ഡിപ്ലോമ ഇൻ കുറേ കോഴ്സുകളുണ്ട്. ഡിപ്ലോമ ഇൻ ഡെൻ്റൽ മെക്കാനിക്സ് ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അങ്ങനെ ഏത് കോഴ്സാണ് ഒരു വിദ്യാർത്ഥികൾക്ക് താല്പര്യമെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ കോളേജിൻ്റെ അവിടെ ഏത് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് കോഴിക്കോടാണ് ഞാൻ കൊടുത്തത്. നിങ്ങൾക്ക് ഏത് കോളേജെന്ന് വെച്ചാൽ അത് കൊടുക്കാം. നിങ്ങൾ ഏതൊക്കെ കോളേജിലാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് വച്ചതെന്ന് വെച്ചാൽ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത
വിദ്യാർത്ഥി കാര്യമാണ് പറയുന്നത്. ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും ഈ പറഞ്ഞ കോളേജിൽ അവസാനം എടുത്തിരിക്കുന്ന സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം എടുത്തിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് നോക്കി വയ്ക്കുക. അല്ലെങ്കിൽ റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ ആ റിസർവേഷന് എത്രയാണ് അവസാനം ഇൻഡെക്സ് മാർക്ക് എടുത്തിരിക്കുന്നത് ആ ഇൻഡെക്സ് മാർക്ക് നോക്കിയാണ് വയ്ക്കേണ്ടത്. ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് 278.33 എടുത്തിരിക്കുന്നത്. നിലവിൽ ഒരു വിദ്യാർത്ഥിക്ക് 276 ആണെങ്കിലും 277 ആണെങ്കിലും ഈ കോളേജ് വെച്ചാൽ അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് ആ കോളേജിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ ആവുകയോ മറ്റു ചെയ്യുകയാണെങ്കിൽ പിന്നീട് വയ്ക്കുന്ന, അതായത് പിന്നെ പ്രിഫറൻസ് വയ്ക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അവിടെ കിട്ടുന്നത്. അങ്ങനെ നോക്കുക. അതിനുശേഷം താഴെ റിസർവേഷൻ കാറ്റഗറി ഉണ്ട്. അങ്ങനെ ഓരോ കാറ്റഗറി ഇൻഡെക്സ് നോക്കി ഇങ്ങനെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. അതിന് ആദ്യമേ എല്ലാ കോളേജിലും വെച്ചുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ പറഞ്ഞ രീതിയിൽ വച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം ചില വിദ്യാർത്ഥികൾ ഇന്ന കോളേജ് മാത്രം മതിയെങ്കിൽ ആ കോളേജ് മാത്രം ഫസ്റ്റ് വയ്ക്കുക. ഏറ്റവും താല്പര്യമുള്ള കോളേജുകൾ ആദ്യം വയ്ക്കുക. കാരണം 10 കോളേജ് വെച്ചിട്ടുണ്ടെങ്കിൽ 5ാമത്തെ കോളേജാണ് ലഭിക്കുന്നതെങ്കിൽ താഴോട്ടുള്ള കോളേജ് ക്യാൻസലായി പോകും. ആ താഴോട്ടുള്ള കോളേജിൽ ഏറ്റവും താല്പര്യമുള്ള കോളേജിലുണ്ടെങ്കിൽ അതും കൂടി ക്യാൻസലായി പോകുന്ന കാര്യം എല്ലാ വിദ്യാർത്ഥികളും അറിയുക. അപ്പോൾ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. നോക്കി വേണം ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടത്. പിന്നീട് വെബ്സൈറ്റിൽ പറയുന്നത് പുതിയതായി ഉൾപ്പെടുത്തിയ കോളേജിന് വേണ്ടി 3ാം ഘട്ട അലോട്ട്മെൻറ്റിനാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയം നൽകുന്നത്. അതിൻ്റെ ആ കോളേജ് മാത്രം ആഡ് ചെയ്യാൻ 3ാം ഘട്ട അലോട്ട്മെൻറ്റ് അവസരം തരുന്നതാണ്. പിന്നീട് പറയുന്നത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളാണ് ടോക്കൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതാണ്. അന്നേരം മാത്രമേ ഓൺലൈനായിട്ടുള്ള നടക്കുന്ന അലോട്ട്മെൻറ്റ് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് ഹയർ ഓപ്ഷൻസും പരിഗണിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചൊരു വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറെ കോളേജിലാണ് ലഭിച്ചതെങ്കിൽ പിന്നീട് ടോക്കൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട കാര്യമില്ലെന്ന് എല്ലാ വിദ്യാർത്ഥികളും അറിയുക. പിന്നീട് ഒരു കാര്യം പറയുന്നത് ഈ അലോട്ട്മെൻറ്റ് ടോക്കൺ പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ, അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് ടോക്കൺ പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ പിന്നീടുള്ള അലോട്ട്മെൻറ്റ് പരിഗണിക്കത്തില്ല. ഓൺലൈൻ അലോട്ട്മെൻറ്റാണ് പരിഗണിക്കാത്തത്. പിന്നെയുള്ള സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റാണ് പങ്കെടുക്കാൻ സാധിക്കുന്നത്. സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ ഓൺലൈൻ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വേക്കൻസി സീറ്റ് എന്ന അടിസ്ഥാനത്തിലായിരിക്കും ഒരു ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റർ വഴിയായിരിക്കും ഈ അലോട്ട്മെൻറ്റ് നടക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അറിയുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിച്ചാൽ റിപ്ലൈ തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. താങ്ക് യു.